ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനുവിനെയും അലോകിൻ്റെയും കോടതിയിലെ വിചാരണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് ഈ കേസിൻ്റെ പുനർവാദം അടുത്ത മാസം 16-ാം തീയതിയിലേക്ക് മാറ്റി വച്ചിരിക്കുന്നു. 17-ാം തീയതി ഒരു ഡേറ്റ് പറയുകയാണ്. അതിന് അലോകിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകട്ടോ. ആ സമയത്ത് അനുവും അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയും ബാലനും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. മീനാക്ഷി ഭയങ്കര സന്തോഷമാണ്. മീനാക്ഷി പറയുന്നുണ്ട് എന്നാലും അനു പറയേണ്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞല്ലോ. അവളുടെ ടെൻഷന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കോടതിയിൽ പോകുമ്പോഴേക്കും ഇവൾ പറയേണ്ട കാര്യങ്ങളൊക്കെ മറന്നു പോകുമെന്നാണ്. എന്തായാലും കലക്കി മോളെ, നീ ഇതേ സ്റ്റാൻഡോട് കൂടി തന്നെ ഇനി അടുത്ത ഹിയറിങ്ങിനും പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ അനു പറയാം എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കയറി കോടതി മുമ്പിൽ ആ പ്രതിക്കൂട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ നേരെ ഒന്ന് നോക്കി. നോക്കിയപ്പോൾ അച്ഛൻ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് കാണിച്ചു. ആ ഒരച്ഛൻ, ആ ഒരു മുഖവും അച്ഛൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡുമാണ് എന്നെക്കൊണ്ട് എല്ലാം പറയിപ്പിച്ചത്. അതെന്തായാലും നന്നായി മോളെ. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് നിങ്ങളുടെ ഈ അച്ഛൻ. പുറത്തുള്ളവർ പറയും അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, അച്ഛൻ പശുക്കനാണ്, അതാണ് ഇതാന്നൊക്കെ പറയും. പക്ഷേ ഞാൻ കയറി വന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് എന്ന രീതിയിൽ പറയാണ് നിങ്ങളുടെ അച്ഛനെ പോലെ ഒരു അച്ഛൻ ഈ ലോകത്തെന്നല്ല ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിങ്ങളെ മക്കളെ 4 പേരെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ മീനാക്ഷി പറയുകയാണ് ഓരോ മക്കളെയും 4 പേരെയും ഒരുപോലെയാണ് ഇഷ്ടപ്പെടുന്ന അച്ഛനെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷി ഓരോ കാര്യങ്ങളും പറഞ്ഞ അലോകനെ കിട്ടിയത് കുറഞ്ഞുപോയി, അതിനേക്കാളും കൂടുതൽ ശിക്ഷ കിട്ടണം എന്നൊക്കെ പറയുകയാണ്. ഗോമതി പറയുന്നുണ്ട് എന്നാലും എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കേട്ടോ. അമ്മ വിഷമിക്കുന്നത് അതല്ല, അവന് എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ്റെ മകനല്ലേ. അവൻ ആ അവസ്ഥയെ കണ്ടപ്പോൾ അവന് വലിയ കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഗോമതി പറയാം കേട്ടോ. മീനാക്ഷി പറയേണ്ട അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ ഒരു മടിയില്ലേ. എന്നെ ജയിലിൽ അവൻ നമ്മുടെ ദേവേടത്തിയുടെ കുഞ്ഞിനെ കൊന്നവൻ. കുറച്ച് ആലോചിച്ച് അവിടെ അടുത്ത അമ്മയ്ക്ക് എങ്ങനെ ക്ഷമിക്കാൻ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗോമതി ഇങ്ങനെ പറയുമ്പോഴേക്കും അനുവിൻ്റെയും മുഖം ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മിത്ര അവിടെ ഇരിക്കുന്നുണ്ട്. മിത്രയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം ഇത്ര ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ മിത്ര കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ മിത്രയാണെങ്കിലും അലോകും സ്വന്തം ചേട്ടനെ പോലെ ചെറിയച്ഛൻ്റെ മകനാണെങ്കിലും ഇങ്ങനെ വലിയച്ഛൻ്റെ മകനാണെങ്കിലും ചെറിയച്ഛൻ്റെ ആണെങ്കിലും പോലും സ്വന്തം ചേട്ടനെ പോലെയാണ് മിത്ര കണ്ടിരുന്നത്. കാരണം അവൻ അത്രമാത്രം കൂട്ടായിരുന്നു അവർ രണ്ടുപേരും. അവരെന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. അത് കാരണം ഒരേ പ്രായവും ഏറെക്കുറെ ഒരുപോലെ അല്ല, അതുകൊണ്ട് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ അലോകിന് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ മിത്രയ്ക്ക് എവിടേക്കോ ഒരു ചെറിയ വിഷമം. മിത്ര അപ്പോൾ തന്നെ വേഗം കണ്ണ് തറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. മീനാക്ഷി ചോദിക്കുന്നുണ്ട് മിത്ര നീ എവിടെ പോവാം? അത് എക്കിൾ വരുന്നു, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാൻ വേണ്ടി അടുക്കളയിട്ട് പോയി. മിത്ര പൊട്ടിക്കരയാട്ടോ. അലോകായിട്ടുള്ള ചെറുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മിത്ര. തന്നെ സ്കൂളിൽ കൊണ്ടുപോയതും തനിക്ക് ചോറ് വാരി തന്നതും പിന്നെ എടുത്തു നടന്നതും അലോക് ഇത്രയും കൂടി ഒരുപാട് ഓടി നടന്നതും എല്ലാം മിത്ര ഇങ്ങനെ ആലോചിക്കുക. കളിച്ചതും അതായത് അലോകിനെയും മിത്രയ്ക്കും അലോകും അങ്ങനെയാണ് അവിടെ ജനിച്ചു വളർന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമ്മുടെ മിത്രയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ആവുകയാണ്. അലോകിന് ഈ അവസ്ഥ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് മിത്ര ഒരു കാര്യം ജീവിച്ച ഇന്നത്തെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ഭാഗമാണ്. അപ്പോൾ മിത്രയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമം. പക്ഷേ എങ്ങനെയൊക്കെയോ ആയല്ലോ അലോകിന് ഈ ഒരു അവസ്ഥ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ചേട്ടനോട് അലോക്. അപ്പോൾ അതുകൊണ്ട് അലോകിനെ ഒന്ന് കാണാൻ വേണ്ടി പോയാലോ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഹിയറിംഗ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും കോടതിയിൽ പോകാൻ പറ്റുന്നൊന്നുമില്ല. മിക്കവാറും അലോകിന് ശിക്ഷ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മിത്ര വിചാരിക്കുക അതിന് മുമ്പ് അലോകിനെ ഒന്ന് പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് മിത്ര നേരെ ജയിലിലേക്ക് പോവാണ് അലോകിനെ കാണാനായിട്ട്. അലോക് ആകെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞ് പിന്നെ പോലീസുകാരൊക്കെ മുറിക്കും തലയ്ക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ കൈത്തരിപ്പ് മാറ്റുന്നുണ്ട്.
അലോകിന് ദേഹത്ത്. അതുകൊണ്ട് അലോക് ഇഞ്ച പരുവമായിട്ടുണ്ട് ജയിലിൽ കിടക്കുന്നത്. അത് മാത്രമല്ല, അലോക് പഴയ പോലെ നല്ലതായിട്ട് ക്ഷീണിച്ചു. അങ്ങനെ അലോകിനെ കാണാൻ പോയ മിത്ര അലോകിനെ കണ്ടിട്ട് ഞെട്ടിപ്പോവാട്ടോ അലോകിൻ്റെ അടുത്ത്. ഇപ്പോൾ വേഗം പോകുന്നുണ്ട് ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും, നീ വന്നോ, ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ആലോചിച്ചുള്ളൂ. എൻ്റെ എന്താ മനസ്സിൽ വിഷമം വന്നപ്പോഴാണ്. നമ്മൾ മുമ്പ് എനിക്ക് വിഷമം വരുമ്പോൾ നീ എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? ഇത്രയും അതുപോലെ തന്നെ നീ കരയുമ്പോൾ ഞാൻ നിന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. മിത്ര പെട്ടെന്ന് പൊട്ടി കരയാട്ടോ. ആലോക, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. എൻ്റെ മനസ്സിൽ ഏട്ടൻ്റെ സ്ഥാനം തന്നെയാണ് നിനക്കിപ്പോഴും. നീ എന്തൊക്കെ ക്രൂരത ചെയ്താലും എന്തോ മനസ്സിൽ ഇവിടുന്ന് എപ്പോഴോ കളയാൻ പറ്റുന്നില്ല. നിന്നോട് വെറുക്കാനും എനിക്ക് പറ്റില്ല. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരും തമ്മിൽ ശത്രുത ഉണ്ടെങ്കിൽ അത് അവരെ അച്ഛനും അതുപോലെ തന്നെ അങ്കിളും തമ്മിൽ തീർത്തോളും. അതിൽ നമ്മൾ ഇടപെടേണ്ട. നോക്ക് ദേവമംഗലംകാർ നീ വിചാരിച്ച പോലെ അത്ര ദുഷ്ടന്മാരൊന്നുമല്ല. അവർ പാവങ്ങളാണ്. മുമ്പ് നിന്നെപ്പോലെ തന്നെ അവരുടെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അതൊക്കെ മാറിയില്ലേ? അതുപോലെ നീയും മാറ്റണമായിരുന്നു ആലോക്. അനുപ്രണയത്തിൽ വീഴ്ത്തി നീ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു അലോകെ പറയുക. എനിക്ക് എല്ലാം മനസ്സിലായി. ഇപ്പോൾ എനിക്ക് മിത്ര നിന്നെ അടുത്തൊരു കാര്യം പറയാറുണ്ട്. എനിക്കിപ്പോൾ അനുവിനോട് ഒരു ദേഷ്യമില്ല. അവൾ എന്നെ സ്നേഹിച്ചില്ല. ആ ഒരു യഥാർത്ഥ സ്നേഹമുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, അനുവിനെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാനും ഒരു ഭാഗ്യം വേണം. എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല, അത്രയേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മിത്രയെ തീർച്ചയായും ഞാൻ അനുവിനെ പൊന്നുപോലെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിത്രയുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കട്ടെ അലോക്. ഇത് കേട്ട മിത്രയും ചെറുതായിട്ടൊന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. മിത്രയുടെ അടുത്ത് അലോക് ചോദിക്കണം, മിത്ര എന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടുത്താമോ? നിന്നെ കൊണ്ടേ അതിന് സാധിക്കുള്ളൂ എന്ന് കണ്ട് എന്തൊക്കെ നീ പറയണത്? ഞാൻ അങ്ങനെ നിന്നെ സഹായിക്കാനാ? അല്ല, നീ ദേവമംഗലത്തുള്ളതല്ലേ, അനുവിനോട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അടുത്ത ഹിയറിംഗ് വരുമ്പോൾ അവൾ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി. കോടതിയിൽ അവളുടെ ഒരൊറ്റ വാക്ക് മതി എനിക്ക് പുറത്തിറങ്ങാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇനി നിങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. നീ നോക്കിക്കോ മിത്ര, അങ്ങനെ എനിക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഭയങ്കര അഭിനയാട്ടോ. അതിലും മിത്ര വീണു പോവുകയാണ്. ശരി, ഞാനെന്നാ അനുവിനോട് സംസാരിച്ച് നോക്കാം, ഞാൻ മാക്സിമം ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഏട്ടനായി പോയില്ലേ, ഞാൻ മാക്സിമം ശ്രമിക്കാം എന്നൊക്കെ മിത്ര പറയണ്ട. അത് കേൾക്കുമ്പോൾ അലോകിന് ഭയങ്കര സന്തോഷമാട്ടോ. മിത്ര ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടത്തി തന്നാലോ, ആ ഒരു വിശ്വാസം അലോകിന് നന്നായിട്ടുണ്ട്. അപ്പോൾ മിത്ര അങ്ങനെ അലോകിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. അതേസമയം നമ്മൾ രാജശ്രീ കാത്തിരിക്കുകയാണ് അലോകിനെയും കൂട്ടിക്കൊണ്ട്. നമ്മുടെ അച്യുതനും ആനന്ദും വരുമോ എന്ന് വെച്ച് അനന്തനും വരും എന്ന് വെച്ചിട്ട് അവർ അങ്ങനെ വരുമ്പോൾ അച്യുതൻ ആനന്ദൻ അടുത്തേക്ക് അലോകില്ല. അത് കാണുമ്പോൾ രാജശ്രീ ഓടി വരുന്നുണ്ട് കേട്ടോ. അച്യുതേട്ടാ, ഇവിടെ എൻ്റെ മോൻ, എവിടെ അലോക് എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദം പറയുകയാണ്, രാജശ്രീ അത് കോടതിയുടെ വാദം വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇനി കോടതി കൂടുമ്പോൾ കൊണ്ടുപോയാൽ പോരെ. അങ്ങനെയല്ലേ രാജശ്രീ, കോടതിക്ക് ഓരോ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ ജയിലിൽ തന്നെ കിടത്തണം തീരുമാനിച്ചേക്കുന്നത്. അടുത്ത ഹിയറിംഗ് കഴിയുമ്പോഴേക്കും അവനെ നമുക്ക് പൂർണ്ണമായിരിക്കും രക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? എൻ്റെ മോനെ കൊണ്ടുവന്നില്ല അല്ലേ? നിങ്ങൾ എൻ്റെ മോനെ ജയിലിൽ ഇട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. അച്യുതേട്ടാ, എൻ്റെ മോനെ കൊണ്ടുവന്നില്ല അല്ലേ? എൻ്റെ മോനെ കൊണ്ടുവരൂ, ഉച്ച കഴിയുമ്പോൾ അവൻ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ അവൻ വന്നില്ല അല്ലേ? കോടതിയിൽ കാര്യമല്ലേ രാജശ്രീ, ഉച്ച കഴിഞ്ഞിട്ട് വിധി പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മോൻ ഇനിയും കുറേ ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. അവൻ ആകെ ക്ഷീണിച്ചു രാജശ്രീ. പകുതിയായി അവൻ, ഭയങ്കര ക്ഷീണമാണ്. മുഖത്തൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ നീരാണ്. കയ്യിനും കാലിനും ഒക്കെ നല്ല പൊട്ടലുണ്ട്. പോലീസുകാർ നല്ല രീതിയിൽ അവനെ പെരുമാറ്റിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല രാജശ്രീ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാട്ടോ. നീ വരാത്തത് നന്നായി, നിനക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇല്ല, ഞാൻ വെച്ചേക്കില്ല. ഇതിലെല്ലാത്തിനും കാരണം ദേവമംഗലംകാരാ. അവരെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ, അവൾ
അനു എൻ്റെ മകൻ ജയിലിൽ കിടന്നിട്ട് അവളെങ്ങനെ സുഖിച്ച് പുറത്തേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ അനന്തം പറയുക, രാജശ്രീ നോക്ക്, വെറുതെ പ്രശ്നമൊന്നും പോകണ്ട. എന്തെങ്കിലും പ്രശ്നത്തിന് പോയാൽ അത് അലോകിനെ ബാധിക്കും. അത് ഓർമ്മ വെച്ചോ അച്യുതൻ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ചുവടും വെക്കാനായിട്ട്. അല്ലാതെ പക വീട്ടാൻ വേണ്ടി അവിടെ പോയി ഒന്നും കയറി കൊടുക്കരുത്. നോക്ക്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കഴിഞ്ഞാൽ അലോകിൻ്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ അവനെ പുറത്തിറങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല. അത് നിങ്ങളായിട്ട് അടച്ചു കളയരുത് എന്ന് പറഞ്ഞിട്ട് അനന്ത അകത്തേക്ക് കയറി പോവാട്ടോ. രാജശ്രീ ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് ഒരു പ്രാന്തിനെ പോലെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, പുറത്തുകൊണ്ട് പ്രാന്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ട് എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ, ഓക്കെ, good night.